പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല ആരായാലും. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളോ മറ്റവർ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നതാണ് എന്റെ ഒരു ദൗത്യം. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ട് കോൺഗ്രസ് പാർട്ടിന്റെ എത്ര വലിയ നേതാക്കന്മാർക്ക് നേരെയും ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞത്. ഈ കാലഘട്ടം ചില ആരോപണം ഒരു വ്യവസായമായി കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പാർട്ടി ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ആരോപണം വരുന്നവർക്കൊക്കെ നടപടി എടുക്കാനാണ് ഭാവമെങ്കിൽ സ്വന്തം മനസ്സാക്ഷിയോടൊന്ന് യോജിക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഈ പ്രതിപക്ഷ നേതാവിന് നേരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അന്ന് ഇദ്ദേഹത്തിനെതിരെ അത് അപ്പുറത്തുള്ള നേതാക്കന്മാരെങ്കിലും എന്തെങ്കിലും നടപടിയെടുത്തോ? എടുത്തിട്ടേ ഇല്ല. അങ്ങനെ ആരോപണം പറഞ്ഞത് കൊണ്ട് നടപടിയെടുക്കുക എന്ന് പറയുന്ന ഇത് ശരിയല്ല. കാരണം ആരോപണം ഒരു വ്യവസായമല്ലേ. ഇപ്പം ഇലക്ഷൻ മുമ്പിലെത്തി നിൽക്കുക, ലോക്കൽ ബോർഡ് ഇലക്ഷൻ മുമ്പിലെത്തി നിൽക്കുക. അതിനപ്പുറത്ത് CPM എന്ന് പറയുന്ന പാർട്ടി വലിയ പ്രതിരോധത്തിലായില്ലേ. പാർട്ടി സെക്രട്ടറിയുടെ ഒരു കത്ത് പുറത്തായതുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിനകത്തൊക്കെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അതിന്റെ ചർച്ചകൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന സ്ത്രീ രേഖാമൂലം, ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ രേഖാമൂലം നാളെ ഇന്ന് വരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് പരാതി കൊടുക്കാലോ. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ആ സ്ത്രീ തന്നെ പറയുന്നത് 3.5 വർഷങ്ങളായി ഞാൻ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഈ 3.5 വർഷത്തിനുള്ളിൽ ഈ സ്ത്രീക്ക് ഇതുവരെ ബോധോദയം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുമ്പോ അതിനെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് ഒരു ആരോപണം വരാതെ ചേർത്ത് നിർത്തുന്നതിന് പകരം CPM-ഉം സംഘപരിവാറും എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതിനെ കൊടപിടിക്കുന്ന തരത്തിലേക്ക് പാർട്ടി പോകുമ്പോ അതിന് എന്താ ഞങ്ങൾ പറയുന്നത്? ഈ പാർട്ടി എവിടെ നന്നാവാനൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അത് കണ്ടു നിൽക്കുന്നവർ ചോദിക്കട്ടെ. അതായത് കോൺഗ്രസിനെ വേട്ടയാടൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിനെ ആശയപരമായിട്ട് എതിർക്കാൻ കഴിയില്ല എന്ന് വരുന്ന മറ്റു ഇതര പാർട്ടികളും ഇതുപോലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ പ്രിവിലേജും സത്യാവസ്ഥയും മനസ്സിലാക്കുന്നതിന് മുമ്പേ ചാടിക്കരി ഞാൻ അവർകളാവാൻ എന്നുള്ള നിലയിൽ സ്വന്തം കൂട്ടത്തിലുള്ള ഒരുത്തവന്റെ കുതികാല് വെട്ടുന്ന പ്രവണത ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇല്ലേ? ഏതെങ്കിലും ഒന്ന് സത്യമാണെന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടില്ലേ? അന്ന് ആ മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടി കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും നിന്നിട്ടുണ്ട് ആ എൽദോസ് കുന്നപ്പള്ളിയെ കുറ്റം പറയാൻ വേണ്ടി. പക്ഷെ അന്നും ആ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ അടക്കം ലൈവ് ചെയ്തോനാ. കാലം പിന്നീട് എന്താ തെളിയിച്ചത്? അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് വെറുതെ വിടേണ്ടി വന്നിട്ടില്ലേ? ഒപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ കോവളം MLA വിൻസെന്റിനെതിരെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലേ? അവസാനം അദ്ദേഹം നിരപരാധി എന്ന് കോടതി പറഞ്ഞില്ലേ? അപ്പൊ ഇതൊക്കെ ആരോപണമാണ്. ആ ആരോപണം കേട്ടുകൊണ്ട് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാർക്ക് ഒരു നടപടി എടുക്കാനേ പാടില്ല. അവരെ അതിന് സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഇപ്പൊ ആ സ്ത്രീ ഇന്ന് വരെ പേര് പറഞ്ഞിട്ടില്ല. യുവ MLA എന്നാ പറഞ്ഞേ. അതിന്റെ CPM-ൽ യുവ MLA ഇല്ലേ? ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ രമ്യ ഹരിദാസ് തോറ്റെടുത്ത് ഒരു MLA നബസകത്ത് പോയിട്ടുണ്ടല്ലോ, ഇല്ലേ? പോയിട്ടില്ലേ? എന്താ അദ്ദേഹത്തിന് നമുക്ക് എന്താ അദ്ദേഹത്തിന്റെ പേരിലേക്ക് അത് കെട്ടിവെച്ചൂടെ? പേര് പറയാത്ത കാലത്തോളം ആരോപണം ഒരു വ്യവസായമായി കൊണ്ടു നടക്കുന്ന ഘട്ടത്തിൽ അത് ശരിയാണ് എന്ന തരത്തിലേക്ക് അങ്ങ് വ്യാഖ്യാനിച്ച് പാർട്ടിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ രാജിവെക്കണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് CPM-ഉം BJP-യും എന്താണോ പറഞ്ഞത് അത് ശരിയാവുന്ന വിധത്തിൽ നിങ്ങൾ ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നതാണ് ഈ ഒരു നടപടി കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ശരിയല്ല. അപ്പം പറഞ്ഞല്ലോ, പരാതി ഉണ്ടെങ്കിൽ ആ സ്ത്രീ പരാതി കൊടുക്കട്ടെ, എന്നിട്ട് അന്വേഷിക്കട്ടെ. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിച്ചോ. ഞങ്ങൾ ആരും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ നിരവധി സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാകുമ്പോ വലിയ അവർകളായി വന്ന് ഞങ്ങൾ അങ്ങ് നടപടിയെടുക്കും എന്ന് പറയുന്നതൊന്നും വലിയ മഹിമയൊന്നും അല്ല. അത് മനസ്സിലാക്കിക്കോ. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ എത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്? ഒന്നും വേണ്ട, കൊല്ലം MLA ആയ മുകേഷിനെതിരെ ഒരു സ്ത്രീ കൃത്യമായി വിത്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരാതി കൊടുത്തിട്ടില്ലേ? അന്ന് യൂത്ത് കോൺഗ്രസും ഇവന്റെ രാജിക്കൊക്കെ മുറവിളി കിട്ടി റോഡ് മേലെ കൂടി സമരം ചെയ്തിട്ട് കുറച്ച് പോലീസുകാരെ കുണ്ടിക്കടി വാങ്ങിച്ചതല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ സമയത്ത് എന്താ CPM ചെയ്തത്? അവരുടെ MLA കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ച് അവിടെ നിർത്തിയില്ലേ? അതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. മനസ്സിലായ? അല്ലാതെ വലിയ അവർകളാവാൻ വേണ്ടി ഞാൻ വലിയ മാന്യനാന്ന്, ഞാനിവിടെ സത്യസന്ധമായിട്ട് ഇവിടെയെല്ലാം ചെയ്യൂ എന്ന് വരുത്തി തീർക്കാനാണ് ഭാവമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, സാധാരണ പ്രവർത്തകർ. അവര് എന്താ പറയുക, നിങ്ങളെയൊക്കെ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാലം അത് വിദൂരല്ല. അത് നോക്കിക്കോ. അപ്പൊ ഞാനതാ പറഞ്ഞു, ഞാനിങ്ങനെ അത്ഭുതപ്പെടുക. പെട്ടെന്ന് ചാടിക്കരി അങ്ങ് വരികയല്ലേ. വന്നിട്ട് എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലായോ? ലെറ്റർ കൊടുത്ത്, കത്ത് കൊടുത്ത്, മെസ്സേജ് അയച്ച്. അതെന്താ? സ്വാഭാവികല്ലേ? ആണും പെണ്ണും ഉള്ളിടത്താവുമ്പോ സ്വാഭാവികമായിട്ട് ഇതൊക്കെ
അതൊരു MLA അല്ലെങ്കിൽ പാർട്ടിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് ഒന്നുകൊണ്ട് അവന്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറണ്ട. പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്ഥാനത്തിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്നാ പരിശോധിക്കേണ്ടത്. അല്ല, എതിരാളികൾ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ പച്ചക്കളവ് പറയുമ്പോ അതിനെ ശരിവെക്കുന്ന വിധത്തിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, എന്നിട്ട് ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറയുക. ഇതൊക്കെ പാർട്ടിക്ക് ഗുണ ചെയ്യാ അല്ല ദോഷ ചെയ്യാ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം മുമ്പ് ഞങ്ങൾ മരണപ്പെട്ടുപോയ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഈ നാട് മുഴുവൻ ഈ നാറികൾ ഇതേ ആരോപണമല്ലേ കൊണ്ടുവന്നത്? അല്ലെ, സെക്സിനെ വെല്ലുന്ന വിധത്തിലും വർഷങ്ങളോളം ചർച്ച ചെയ്തില്ല മാമ പണിയെടുക്കുന്ന മാധ്യമങ്ങളടക്കം. അവസാനം എന്താ അതിന്റെ സത്യാവസ്ഥ എങ്ങനെ പുറത്തു വന്നത്? രാഷ്ട്രീയ പ്രേരിതമായിട്ട് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് ഉന്നയിച്ച ആരോപണം എന്ന് രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക് പറയേണ്ടി വന്നില്ലേ? എത്ര നേതാക്കന്മാർക്കെതിരെ ആ സമയത്ത് ആരോപണം നേരിട്ടിട്ടുണ്ട്. എന്തിനാ ഇന്ന് സംഘടനാ ചുമതല പിന്നെ KC വേണുഗോപാലിനെതിരെ വരെ ഈ സരിത എന്ന് പറയുന്ന സ്ത്രീ ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? നടപടിയെടുത്തോ? നിങ്ങൾ പുറത്താക്കിയോ? അപ്പൊ അതൊന്നും ശരിയല്ല കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു നടപടിയോ കാര്യങ്ങളോ എടുക്കുമ്പോ ആ ഉന്നയിക്കുന്ന ആരോപണത്തിനകത്ത് വല്ല കഴമ്പുണ്ടോ എന്ന് പരിശോധിക്ക്, എന്നിട്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്ക്, എന്നിട്ട് ശേഷം നിങ്ങൾ നടപടിയെടുക്ക്. അല്ലാതെ CPM സംഘപരിവാറും കെട്ടിച്ചമച്ചു കൊണ്ടുവരുന്ന കഥകൾ കേട്ടവർ ചാടി ഇറങ്ങി വന്നിട്ട് മാധ്യമത്തിന് മുന്നിൽ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിടുവായിത്തം പറയല്ല. ഇത് ഞങ്ങൾക്കും അറിയാം. ഞങ്ങളും ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് പറയുന്നില്ലേ, ഇതൊക്കെ വെളുക്കൽ തുടങ്ങി ശരീരത്തിലെ രോമങ്ങൾ, മനസ്സിലായ? അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അല്ലാതെ വായിക്ക് തോന്നിയോ കോതക്ക് വാറ്റി മറ്റുള്ളവർ പറയുമ്പോ അതിനെ ശരിവെച്ചു പോയി ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ പ്രവണത ഒട്ടും ശരിയല്ല. ആരായാലും ഇതൊക്കെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട്. ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിനകത്തുള്ളത്. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പറയുന്നത് മാത്രം അങ്ങ് വിശ്വസിക്കാൻ മാത്രം മടയന്മാർ റാണി കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ള ധാരണ വേണ്ട. എനിക്ക് വലിയ സങ്കടം തോന്നുക, അത്ഭുതം തോന്നുക, കൂട്ടത്തിലുള്ള ഒരുത്തരെ ഒരാരോപണം ഉന്നയിക്കുമ്പോഴേക്ക് അവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഈ സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ മുഴുവൻ വരിയായി വരിക, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തുക, വാർത്താ സമ്മേളനം വിളിച്ചു കയറ്റുക. ഞാൻ വിചാരിച്ചു ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആകാംക്ഷയോടെ കേട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ആരോപണമല്ലേ, സത്യം തെളിയട്ടെ, അതിനുശേഷം പാർട്ടി നടപടിയെടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ആരോപണം നേരിട്ടാൽ ഇവിടെ നിൽക്കാൻ പാടില്ല. എന്തൊക്കെ ആരോപണങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഇനി അതുപോലെ ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? ഇല്ലേ? അതിന്റെ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ, യൂട്യൂബിലൊക്കെ കിട്ടൂലേ? എത്ര ഭാഗത്തെ വൃത്തിയാണ് പറഞ്ഞത്. അന്ന് നിങ്ങൾക്കെതിരെ ആരെങ്കിലും നടപടിയെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരോ മുന്നോട്ട് വന്നോ? അപ്പൊ സ്വയം വിമർശനത്തിന് അതീതമായിക്കൊണ്ട് നിൽക്ക്, സ്വയം വിമർശനം ആത്മപരിശോധന നടത്തി. അപ്പൊ അതുകൊണ്ട് ആരോപണത്തിന് പുറകെ പോയിട്ട് ഈ നടപടിയെടുക്കുന്ന പ്രവണത ശരിയേ അല്ല. അതിന്റെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുക. പിന്നെ അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് പിന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ മാറ്റണം എന്ന് പറയുന്ന കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മാർഗ തന്നെ വേണം. കാരണം 2 സ്ഥാനം ഒരാൾക്ക് വേണ്ട. ഒരുപാട് കോൺഗ്രസിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് ചവിട്ടും മടിയും കിട്ടിയിട്ട് ഒരുപാട് എന്താ പറയണ്ട യുവ നേതാക്കന്മാർ പുറത്തുണ്ട്. അദ്ദേഹം MLA ആണ്. അപ്പൊ പ്രസിഡന്റ് സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കട്ടെ, അതിന് തർക്കമില്ല. പക്ഷെ അതിപ്പോ ഈ ആരോപണം വരുമ്പോ അവരെ രാജിവെപ്പിച്ചിരിക്കുന്ന ആ പ്രവണത ശരിയല്ല. ഒന്നിക്ക് ഇതൊക്കെ കഴിയട്ടെ, കഴിഞ്ഞ ദിവസം മാറ്റിക്കോ നിങ്ങൾ, കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ. അല്ലാതെ CPM തെണ്ടിത്തരം പറയുമ്പോ അതിന് കൊടപിടിക്കുന്ന തരത്തില്, അത് ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തില് അദ്ദേഹത്തിന് നടപടിയെടുക്കുമ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ തലക്കകത്ത് എന്താണെന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നില്ല. പാർട്ടിയുടെ കൂറും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ, ചുമരുണ്ടെങ്കിൽ ചിത്രം വരക്കാൻ കഴിയുമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഇനിയും വരും. ഇലക്ഷൻ അടുത്ത് വരിക. ഇനി ആർക്കൊക്കെ ആരോപണങ്ങളുമായിട്ട് ഏതൊക്കെ സ്ത്രീകൾ വരുന്നെന്ന് ദൈവത്തിനറിയാം. അപ്പൊ അന്നേരമൊക്കെ നിങ്ങൾ ഇതാ ചെയ്യാ, പ്രതിരോധിക്കണം, സത്യം പുറത്തു കൊണ്ടുവരണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് ഏതെങ്കിലും വഴിവോക്കം വിളിച്ചിട്ട് ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി നിയമസഭകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇത്തരം യുവ നേതാക്കന്മാരെ CPMന്റെ ടാർഗറ്റാ. അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടേ? എന്നിട്ട് പിന്നെ പറയൂ, കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള ഏതോ ഒരു എന്താ പറയുക കുണാണ്ടർ ഉണ്ട് പോലും സ്വന്തം പിന്നെ സ്റ്റേറ്റിനകത്ത് ഒരു ജില്ലക്കകത്ത് നിന്ന് പാർട്ടി ലെവലിൽ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടവനെയൊക്കെ കൊണ്ടുപോയി കേരളത്തിന്റെ കുമതല എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുക. എന്താ അറിയാ ആ സ്ത്രീക്കൊക്കെ കേരളത്തിലെ പാർട്ടിയെ പറ്റിയിട്ട്? എന്നിട്ട് അതുമായിട്ടൊരു എന്താ പറയുക ഫേക്ക് ന്യൂസ് സെന്ററിൽ അവതരിപ്പിക്കുക ദേശീയ തലത്ത്. അവർക്കിത് അറിയില്ലല്ലോ. അവർ വിചാരിക്കുന്ന ഈ സ്ത്രീ ഇവിടെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാ പറയുന്നു എന്നുള്ള കാര്യമോ? എന്നിട്ട് അതിനാണ് കാര്യം നടപടി അങ്ങ് എടുക്കുക. ഇതൊക്കെ ഏത് തരത്തിലൊക്കെ മെസ്സേജ് കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.